Hello everyone, welcome to the classroom of CET 203 Fluid Mechanics and Hydraulics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 3ലെ അടുത്ത ടോപ്പിക്കായ ഒറിഫൈസ് മീറ്റർ അല്ലെങ്കിൽ ഒറിഫൈസ് പ്ലേറ്റിനെ കുറിച്ചാണ്. സോ അതിനൊരു ഡെറിവേഷൻ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒറിഫൈസ് മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഒറിഫൈസ് മീറ്റർ എന്ന് പറയുന്നത്. വെഞ്ചുറി മീറ്ററിനെക്കാട്ടിലും ചീപ്പ് ഡിവൈസ് ആണ് ഒറിഫൈസ് മീറ്റർ. And also it works on the same principle as that of Venturi meter. Venturi meter ന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഒറിഫൈസ് മീറ്ററിനും. ഇനി ഈ ഒറിഫൈസ് മീറ്ററിൽ ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. സോ ഒറിഫൈസ് മീറ്ററിൽ ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ട്. അതിലൊരു സർക്കുലർ ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറയുന്നത്. സോ ഒറിഫൈസ് മീറ്ററിൽ ഒരു ഫ്ലാറ്റ് സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അതിലൊരു സർക്കുലർ ഷാർപ്പ് എഡ്ജ്ഡ് ഹോൾ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഒറിഫൈസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒറിഫൈസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു 0.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. ഓക്കെ, സോ ദ ഒറിഫൈസ് ഡയമീറ്റർ ഈസ് 0.5 ടൈംസ് ദ ഡയമീറ്റർ ഓഫ് ദി പൈപ്പ്. ഇനി 0.5 ടൈംസ് അത് വേരി ചെയ്ത് 0.4 ടു 0.8 ടൈംസ് ദ പൈപ്പ് ഡയമീറ്ററും ആകും. ഓക്കെ, സോ ഈ ഫിഗർ നമുക്ക് ഒറിഫൈസ് മീറ്റർ കാണാം. ഈ സെക്ഷൻ 1ൽ നിന്ന് ഒരു ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഫ്ലോയുടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഒറിഫൈസ് മീറ്ററും കാണിച്ചിട്ടുണ്ട്. സെക്ഷൻ 2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ലെറ്റ് P1 ബി ദ പ്രഷർ അറ്റ് സെക്ഷൻ 1. സെക്ഷൻ 1ലെ പ്രഷർ ആണ് P1. V1 എന്ന് പറയുന്ന സെക്ഷൻ 1ലെ വെലോസിറ്റി ആണ്. സ്മോൾ ലെറ്റർ A1 എന്ന് പറയുന്നത് സെക്ഷൻ 1ലെ പൈപ്പിലെ ഏരിയ ആണ്. സോ P2, B2, A2 ആണ് കറസ്പോണ്ടിങ് വാല്യൂ സെക്ഷൻ 2ലെ. ഇനി സെക്ഷൻ 1ലും സെക്ഷൻ 2ലും നമുക്ക് ബെർണോളിസ് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ബെർണോളിസ് ഇക്വേഷൻ എന്താണ്? P ബൈ റോ ജി പ്ലസ് V ബൈ 2G പ്ലസ് EZ1 ഈക്വൽ 0. ഇവിടെ സെക്ഷൻ 1ലും സെക്ഷൻ 2ലും ആണ് നമുക്ക് ബെർണോളിസ് അപ്ലൈ ചെയ്യേണ്ടത്. സോ P1 ബൈ റോ ജി പ്ലസ് V1 സ്ക്വയർ ബൈ 2G പ്ലസ് EZ1 ഈക്വൽ P2 ബൈ റോ ജി പ്ലസ് V2 സ്ക്വയർ ബൈ 2G പ്ലസ് EZ2. ഓക്കെ, ഇനി ഇതില് വെലോസിറ്റി ടേംസ് ഒക്കെ ഒരു സൈഡിലോട്ട് ആക്കാം, ബാക്കി എല്ലാത്തിനെയും കൂടെ ഒരു സൈഡിലോട്ട് ആക്കാം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ ചെയ്തേക്കുന്നത്. P1 ബൈ റോ ജി പ്ലസ് EZ1. ഓക്കെ, ഇവിടുത്തെ P2 ബൈ റോ ജി പ്ലസ് EZ2 ഈക്വലിന്റെ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് സൈൻ ചേഞ്ചസ് ടു നെഗറ്റീവ് അല്ലെ, ഓപ്പോസിറ്റ് സൈൻ ആവും. P1 ബൈ റോ ജി പ്ലസ് EZ1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് EZ2 ഈക്വൽ ഇവിടെ എന്തുണ്ട്? V2 സ്ക്വയർ ബൈ 2G, ഇവിടുത്തെ V1 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2G. ഓക്കെ, ഇനി ഈ P1 ബൈ റോ ജി പ്ലസ് EZ1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് EZ2 എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ h, വിച്ച് ഇസ് ദ ഡിഫറൻഷ്യൽ ഹെഡ് ആണ്. സോ നമുക്ക് ഈ ഇക്വേഷനിൽ P1 ബൈ റോ ജി പ്ലസ് EZ1 മൈനസ് P2 ബൈ റോ ജി പ്ലസ് EZ2 പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സ്മോൾ ലെറ്റർ h സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ h ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G. ഓക്കെ, സോ h ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ ബൈ 2G മൈനസ് V1 സ്ക്വയർ ബൈ 2G നമുക്ക് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പില് ഞാൻ ഡിനോമിനേറ്റർ കോമൺ ആക്കി V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ ബൈ 2G എന്ന്. ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ, ദാറ്റ് ഇസ് 2GH ഇസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ. ഇതിൽ നിന്ന് ഞാൻ V2നാണ് ഇക്വേഷൻ ഉണ്ടാക്കുന്നത്. സോ V2നെ മാത്രം ഒരു സൈഡിലോട്ട് കൊണ്ടുവരിക. V2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2GH പ്ലസ് V1 സ്ക്വയർ. ദെൻ V2 ഈക്വൽ റൂട്ട് ഓഫ് 2GH പ്ലസ് V1 സ്ക്വയർ. ദിസ് ഇക്വേഷൻ നമ്പർ 1. സോ സെക്ഷൻ 2 നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഒറിഫൈസില് വിനർ കോൺട്രാക്റ്റിലാണ്. സോ A2 റെപ്രസെന്റ് ചെയ്യുന്നത് വിനർ കോൺട്രാക്റ്റിലെ ഏരിയ ആണ്, സെക്ഷൻ 2ലെ ഏരിയ ആണ്. ഇനി A0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിഫൈസിന്റെ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ CC മീൻസ് കോഎഫിഷ്യന്റ് ഓഫ് കോൺട്രാക്ഷൻ. CC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A2 ബൈ A0 ആണ്. ഇതിൽ നിന്ന് A2 ഈക്വൽ A0 ഇൻറ്റു CC എന്നൊരു ഇക്വേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ, വിച്ച് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, CC എന്ന് പറഞ്ഞാൽ A2 ബൈ A0 ആണ്. ഇതിൽ നിന്ന് A2 ഈക്വൽ A0 ഇൻറ്റു CC, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പഠിച്ചിരുന്നു. A1 V1 ഈക്വൽ A2 V2. ഇതിൽ നിന്ന് നമ്മൾ V1ന്റെ ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യും. V1 ഈക്വൽ A2 V2 by A1.
ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ V1 ഡെവലപ്പ് ചെയ്താണ് A2 V2 ബൈ A1 എന്ന്. ഇനിയിപ്പോ നമ്മളിവിടെ A2 പഠിച്ചായിരുന്നു A0 ഇൻറ്റു CC എന്ന്. സോ ഇവിടുത്തെ A2 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഇക്വേഷൻ നമ്പർ 2 നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, A0 ഇൻറ്റു CC. സോ V1 ഈക്വൽ A0 ഇൻറ്റു CC ഇൻറ്റു V2 ബൈ A1. ഓക്കെ, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 3. ഇപ്പൊ നമുക്ക് കിട്ടിയ ഈ V1ന്റെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 എന്തോ നോക്കാം. സോ V2 ഈക്വൽ റൂട്ട് ഓഫ് 2GH പ്ലസ് V1 സ്ക്വയർ ആയിരുന്നു നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. നമുക്ക് ഇതിലോട്ട് V1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമ്മുടെ ഇക്വേഷൻ V2 ഈക്വൽ റൂട്ട് ഓഫ് 2GH പ്ലസ് V1 സ്ക്വയർ ആണ്. V1ന്റെ വാല്യൂ എന്താണ്? A0 CC V2 ബൈ A1. ഓക്കെ, സോ V1 സ്ക്വയർ ആണ് ഇവിടെ വന്നേക്കുന്നത്. സോ A0 സ്ക്വയർ CC സ്ക്വയർ V2 സ്ക്വയർ ബൈ A1 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നമുക്ക് രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. ഓക്കെ, LHS മാർജിൻ സ്ക്വയർ ചെയ്യാം. സോ ഇവിടെ സ്ക്വയർ ചെയ്യുമ്പോൾ V2 സ്ക്വയർ ഈക്വൽ ഈ റൂട്ട് അങ്ങ് പോകും അല്ലെ, RHS സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് അങ്ങ് പോകും. ബാക്കി 2GH പ്ലസ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുവാണേ, A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ. ഓക്കെ, ഇതിൽ നിന്നും 2GHനെ നമുക്ക് ഒരു സൈഡിലോട്ട് ആക്കാം, 2GHനെ. സോ ബാക്കി എല്ലാത്തിനെയും നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരാം. 2GH ഈസ് ഈക്വൽ ടു V2 സ്ക്വയർ മൈനസ് A0 ബൈ A1 സ്ക്വയർ, A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ ഇൻറ്റു V2 സ്ക്വയർ. ഇനി ഈ ഇക്വേഷൻ നോക്കുമ്പോഴത്തേക്ക് നമുക്കിവിടെ V2 സ്ക്വയറിനെ കോമൺ എടുക്കാം. സോ ഇവിടെ ഞാൻ V2 സ്ക്വയറിനെ കോമൺ എടുത്തു. V2 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. ഓക്കെ, ഞാൻ ഇവിടെ V2 സ്ക്വയറിനെ കോമൺ എടുത്തതാണ്. 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു ആക്കി എഴുതാം. ഓക്കെ, കാരണം നമുക്ക് V2ന്റെ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. V2 സ്ക്വയർ ഈസ് ഈക്വൽ ടു 2GH ഡിവൈഡഡ് ബൈ 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ V2 ഈക്വൽ എന്തായിരിക്കും? റൂട്ട് ഓഫ് 2GH ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. സോ വി ഹാവ് ദി ഇക്വേഷൻ ഡിസ്ചാർജ് Q ഈക്വൽ A2 ഇൻറ്റു V. ഡിസ്ചാർജ് Q എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. സോ സെക്ഷൻ 2 നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ A2 ഇൻറ്റു V2 ആണ്. ഓക്കെ, സോ V2 ഇൻറ്റു A2 എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചു മുമ്പ് ഡിറൈവ് ചെയ്തായിരുന്നു A0 ഇൻറ്റു CC എന്ന്. സോ A2ന് പകരം എന്ത് കൊടുക്കാം? A0 ഇൻറ്റു CC എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഈ A0 ഇൻറ്റു CC ഇൻറ്റു V2 ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് എഴുതിയെന്നേ ഉള്ളൂ. അതിലെ V2 എന്ന് പറയുന്നതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ച ഇക്വേഷൻ. ഈ ഇക്വേഷൻ ആണ് V2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച റൂട്ട് 2GH ഇൻറ്റു ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. സോ ഇവിടെ V2ന് പകരം ആ ഇക്വേഷൻ എന്ത് ചെയ്തു? ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഇസ് ഇക്വേഷൻ നമ്പർ 4. ഓക്കെ, ഈ ഇക്വേഷനെ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത്. CD ഈക്വൽ CC ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. ഇതിനെ ഈ ഇക്വേഷൻ നമ്പർ 4നെ സിംപ്ലിഫൈ ചെയ്തിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആണ് ഇത് കേട്ടോ. ഓക്കെ, ദാറ്റ് ഈസ് ഈ CC എന്നാണ് നമുക്ക് വേണ്ടത്. സോ CC നമ്മൾക്ക് അവിടെ ഇടാം, ബാക്കി എല്ലാത്തിനും നമുക്ക് ഇപ്പുറത്തോട്ട് കൊണ്ടുവരാം. സോ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പം CD ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ, അതാണ് ഇവിടെ ഡിവൈഡ് ബൈ ന്യൂമറേറ്റർ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4ല് CCയുടെ വാല്യൂ, ഇപ്പൊ കിട്ടിയ CCയുടെ വാല്യൂ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 4ലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ കിട്ടിയ ഡിസ്ചാർജിന്റെ ഇക്വേഷനായ ഇതിൽ നമ്മളിപ്പോൾ കിട്ടിയ CCയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത്. Q ഈക്വൽ A0 ഇൻറ്റു CC എന്ന് പറഞ്ഞാൽ CD ഇൻറ്റു റൂട്ട് ഓഫ് ഇത് ഇൻറ്റു ബാക്കി എന്തുണ്ട് ഇവിടെ? റൂട്ട് ഓഫ് 2GH ബൈ റൂട്ട് ഓഫ് 1 മൈനസ് A0 ബൈ A1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു CC സ്ക്വയർ. ഓക്കെ, അതും ഇതിൽ എഴുതി. അതിനുശേഷം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് കളയാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കിട്ടുന്ന ആൻസർ ആണ് CD A0 A1 root 2GH divided by root of A1 square minus A0 square.
ഓക്കെ, ഇതിൽ സി ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫൈസ് മീറ്റർ. ഓക്കെ, ഒറിഫൈസ് മീറ്ററിന്റെ സി ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് വെഞ്ചുറി മീറ്ററിനെക്കാട്ടിലും കുറവായിരിക്കും. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്യാം. താങ്ക് യു.